+2 സുവോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ? കുഞ്ഞുങ്ങളെ കാണാൻ ഇഷ്ടമില്ലാത്തവരെ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ നമുക്ക് അവരെ ഒന്ന് കണ്ടാലോ? ശരി, നമുക്കൊരു വീഡിയോ കാണാം. വീഡിയോ കണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായല്ലേ? എന്നാൽ നിങ്ങളോടൊരു ചോദ്യം. മനുഷ്യന്റെ ഗർഭകാലാവധി എത്രയാണ്? വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ഹ്യൂമൻ പ്രഗ്നൻസി? ആരൊക്കെയോ ഉത്തരം പറയുന്നുണ്ടല്ലോ. അതെ, എന്താണ് ഉത്തരം? 10 മാസമോ? ഇല്ല, തെറ്റിപ്പോയി. ഉത്തരം തെറ്റാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ എന്താണ് ഉത്തരം? 9 മാസവും കുറച്ച് ദിവസങ്ങളുമാണ് ഹ്യൂമൻ പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ. വളരെ കൃത്യമായി പറഞ്ഞാൽ it is 259 to 280 days. 259 ദിവസം മുതൽ 280 ദിവസങ്ങൾ വരെയാണ് ഹ്യൂമൻ പ്രഗ്നൻസിയുടെ കാലാവധി. ഈ കാലാവധിയെ എന്ത് പേരിലാണ് വിളിക്കുക? യെസ്, യു ആർ റൈറ്റ്. ഇറ്റ് ഈസ് റെഫർഡ് ടു ആസ് ജസ്റ്റേഷൻ പീരീഡ് അഥവാ ഗർഭ കാലാവധി. സോ വാട്ട് ഈസ് ജസ്റ്റേഷൻ പീരീഡ്? ഇറ്റ് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് പ്രഗ്നൻസി. ജസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ജസ്റ്റേഷൻ പീരീഡ്? യെസ്, പാർച്ചുറേഷൻ ഓർ ചൈൽഡ് ബർത്ത് ഒക്കേഴ്സ്. അതായത് ഗർഭകാലാവധി കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആൻഡ് ദിസ് ഈസ് റെഫർഡ് ടു ആസ് പാർച്ചുറേഷൻ, അല്ലേ? പാർച്ചുറേഷൻ്റെ വിവിധ ഘട്ടങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ? യെസ്, പ്ലീസ് വാച്ച് ദിസ് വീഡിയോ. The physical activities in parturition, like uterine and abdominal contractions, dilation of cervix, and passage of baby, are collectively called labor. Contraction of uterus is experienced as labor pain. Parturition is controlled by a complex neuroendocrine mechanism. Signals originate from fully formed fetus and placenta. They cause mild contractions called fetal ejection reflex. As the cervix dilates, the mucus plug or cervical plug is released into the vagina. Continued powerful contractions rupture the amnion and amniotic fluid flows out, which lubricates the vagina. Relaxin widens the pelvis to facilitate parturition. Baby is gradually expelled with its head first through the cervix and vagina. Placenta separates from uterus, and this along with the umbilical cord and fetal membranes are expelled. These structures are called afterbirth or decidua. വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? പാർച്ചുറേഷനിൽ വിവിധ ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ് വിവിധ ഘട്ടങ്ങൾ എന്ന് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് യൂട്രൈൻ ആൻഡ് അബ്ഡമിനൽ കൺട്രാക്ഷൻ. യൂട്രസിൻ്റെയും അബ്ഡമിൻ്റെയും സങ്കോചം അഥവാ സങ്കോചിക്കുന്ന അവസ്ഥ, അതാണ് പാർച്ചുറേഷൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡയലേഷൻ ഓഫ് സെർവിക്സ്. സെർവിക്കൽ റീജിയൻ വികാസം പ്രാപിക്കുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് റിസൾട്ട്സ് ഇൻ എക്സ്പെൽഷൻ ഓഫ് ബേബി ഓർ a baby is expelled out of the uterus during the third phase. ഒരു കുഞ്ഞു പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രസവത്തിൻ്റെ പ്രക്രിയ അവസാനിക്കുന്നില്ല. അവിടെ ഒരു പ്രോസസ്സും കൂടി നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ റിമെയിൻസ് ഓഫ് അംബിലിക്കൽ കോഡ്,
fetal membranes and placenta are expelled out from the uterus. യൂട്രസിൽ നിന്ന് പ്ലാസൻഡ, അംബിലിക്കൽ കോഡിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ഫീറ്റൽ മെംബ്രെയിൻസ് ഇവയെല്ലാം പുറന്തള്ളുന്നു. ഇവയൊക്കെയാണ് പാർച്ചുറിഷന്റെ വിവിധ ഘട്ടങ്ങൾ. പാർച്ചുറിഷൻ ഇൻവോൾവ്സ് a complex neuroendocrine mechanism. പാർച്ചുറിഷൻ അഥവാ ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്ന പ്രക്രിയ ഒരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഈ ഒരു പ്രോസസ്സ് നടക്കാനായിട്ട് നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും ഒരുപോലെ പ്രവർത്തിക്കുന്നു. എവിടെ നിന്നാണ് നെർവസ് സിഗ്നൽസ് ആരംഭിക്കുന്നത്? സിഗ്നൽസ് ഫോർ പാർച്ചുറിഷൻ originate from the fully formed fetus and placenta. പൂർണ്ണ വളർച്ചയെത്തിയ ഫീറ്റസിൽ നിന്നും അതോടൊപ്പം പ്ലാസൻഡയിൽ നിന്നുമാണ് ഈ ഒരു നെർവസ് സിഗ്നൽസ് എറൈസ് ചെയ്യുന്നത്. ഈ നെർവസ് സിഗ്നൽസ് എന്നിട്ട് അമ്മയുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ അമ്മയുടെ പീയൂഷ്യ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നു. These signals that arise from the fully developed fetus and placenta trigger the maternal pituitary gland. And what happens? ഇത് അമ്മയുടെ പീയൂഷ്യ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുകയും ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ദിസ് ഓക്സിറ്റോസിൻ വിൽ കോസ് യൂട്രൈൻ കൺട്രാക്ഷൻ. യൂട്രസിൻ്റെ സങ്കോചം അഥവാ യൂട്രസ് സങ്കോചിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഈ ഓക്സിറ്റോസിൻ. And the uterus starts contracting from top to bottom. മുകളിൽ നിന്ന് താഴേക്ക് യൂട്രസ് കൺട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. And the uterine contractions are experienced as labor pain. ഈ യൂട്രൈൻ കൺട്രാക്ഷൻസ് ആണ് പ്രസവ വേദനയായി അമ്മയ്ക്ക് അനുഭവപ്പെടുന്നത്. ഡയലേഷൻ ഓഫ് സെർവിക്സ് ഇസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദ ഹോർമോൺ റിലാക്സിൻ. റിലാക്സിൻ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ സെർവിക്സിൻ്റെ വികാസത്തിന് കാരണമാകുന്നു. ഫ്രം വെയർ ഇസ് ദിസ് റിലാക്സിൻ produced or what produces relaxin? Relaxin is released from the placenta as well as ovary. പ്ലാസൻറ്റയിൽ നിന്ന് റിലാക്സിൻ റിലീസ് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം കുറച്ച് എമൗണ്ട് ഓഫ് റിലാക്സിൻ ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദിസ് റിലാക്സിൻ ഫെസിലിറ്റേറ്റ്സ് ദ റിലാക്സേഷൻ ഓഫ് സെർവിക്സ്. സെർവിക്സ് റിലാക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ദ പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത് starts. That is, the uterine contractions become more and more stronger and stronger. ഈ സ്ട്രോങ് യൂട്രൈൻ കൺട്രാക്ഷൻ്റെ ഒടുവിൽ കുഞ്ഞ് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങുന്നു. ദ ബേബി ഈസ് എക്സ്പെൽഡ് ഔട്ട് ത്രൂ ദ ബർത്ത് കനാൽ. ബർത്ത് കനാലിൽ കൂടി കുഞ്ഞ് അമ്മയുടെ യൂട്രസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. വാട്ട് ഈസ് ബർത്ത് കനാൽ? ഇറ്റ് ഈസ് എ പാസേജ് ത്രൂ വിച്ച് ചൈൽഡ് ബർത്ത് ഒക്കർ. കുഞ്ഞിൻ്റെ ജനനം നടക്കുന്ന ആ പാത, ആ പാസേജ്, അതാണ് ബർത്ത് കനാൽ എന്ന് അറിയപ്പെടുന്നത്. ദ ബർത്ത് കനാൽ ഇസ് ഫോംഡ് ഓഫ് സെർവിക്സ്, വെജൈന ആൻഡ് vulva. After parturition, the umbilical cord is cut. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അംബിലിക്കൽ കോഡ് അമ്മയും കുഞ്ഞിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ആൻഡ് ദിസ് അംബിലിക്കൽ കോഡ് ഇസ് കട്ട് ആഫ്റ്റർ ബർത്ത്. അംബിലിക്കൽ കോഡ് അല്ലെങ്കിൽ പൊക്കിൾ കൊടി മുറിക്കുമ്പോൾ കുഞ്ഞിനോ അമ്മയ്ക്കോ വേദന അനുഭവപ്പെടുമോ? ഇല്ല. കാരണം എന്താണ്? As it does not have any nerves. umbilical cord അല്ലെങ്കിൽ പൊക്കിൾ കൊടിയിൽ nerves ഒന്നും തന്നെ ഇല്ല. Then what happens? Placenta, fetal membranes and the remains of umbilical cord are expelled out. This is called after birth. ഇതിനെയാണ് മറുപിള്ള എന്ന് വിളിക്കുന്നത്. എന്താണ് after birth? That is the remains of umbilical cord, placenta
and fetal membranes expelled out from the uterus are referred to as after birth. Towards the end of pregnancy, the mammary glands start producing milk. The first milk that is produced by the mother during the initial days of lactation is referred to as colostrum or yellow milk. പ്രസവ ശേഷം ആദ്യ നാളുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിനെ വിളിക്കുന്ന പേരാണ് colostrum അല്ലെങ്കിൽ യെല്ലോ മിൽക്ക്. അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? or what is its significance? It is of great significance as it contains several antibodies like IgA that provide resistance to the baby. കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തി നൽകുവാൻ കഴിവുള്ള IgA പോലെയുള്ള ആൻറ്റിബോഡീസ് ഈ പാലിൽ ഉണ്ട്. അതുമാത്രമല്ല, ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് സെവറൽ ന്യൂട്രിയൻസ്, ധാരാളം പോഷകങ്ങളും ഈ അമ്മയുടെ പാലിൽ ഉണ്ട്. പ്രത്യേകിച്ച് കൊളോസ്ട്രം അഥവാ യെല്ലോ മിൽക്ക്, ഇറ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആസ് വെൽ ആസ് സെവറൽ ആൻറ്റിബോഡീസ്. സോ മദേഴ്സ് മിൽക്ക് ഇസ് ഗുഡ് ഫോർ എ ബേബി. അമ്മയുടെ പാല് കുഞ്ഞിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ആദ്യ നാളുകളിലെ അമ്മയുടെ പാലായ മഞ്ഞപ്പാൽ അല്ലെങ്കിൽ കൊളോസ്ട്രം. നമുക്ക് 1-2 ചോദ്യങ്ങൾ എഴുതിയാലോ? ശരി, ചോദ്യങ്ങൾ എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഹോർമോൺസ് വിച്ച് ഹെൽപ്പ് ഇൻ ഫസ്റ്റ് വൺ പാർച്ചുറേഷൻ, സെക്കൻഡ് വൺ ലാക്ടേഷൻ. പാർച്ചുറേഷന് സഹായിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ലാക്ടേഷന് സഹായിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ഒന്ന് എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, prepare a table showing gestation period of some common mammals. സാധാരണയായി കാണുന്ന സസ്തനികളുടെ ജസ്റ്റേഷൻ പീരീഡ് കാണിക്കുന്ന ഒരു പട്ടിക തയ്യാറാക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രാക്ടിക്കലിന് വേണ്ടി വരച്ചു പഠിക്കേണ്ട ചില ചിത്രങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ഇവിടെ പറയാം. So the question comes like this: identify the given embryological slide, sketch and label 2 parts. Slides ഏതൊക്കെയാണ്? TS of testis, TS of ovary, TS of blastula or TS of blastocyst. ഇത് വരച്ച് ലേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വേഗത്തിൽ നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് മേജർ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ്. മേജർ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഇൻക്ലൂഡ് ഗാമറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, formation of zygote, transformation of zygote to blastocyst, implantation, gestation and parturition. സാധാരണ ഇത് ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. രണ്ടാമത് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ് പഠിച്ചത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്, ആക്സസറി ഡക്ട്സ് ഉണ്ട്, ആക്സസറി ഗ്ലാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ പഠിച്ചത് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എക്സ്ട്രാ അബ്ഡമിനൽ ടെസ്റ്റിസ് അല്ലെങ്കിൽ ടെസ്റ്റിസ് അബ്ഡമിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പഠിച്ചു. എന്താണ് അതിൻ്റെ പ്രാധാന്യം? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഫോർ നോർമൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പേം. സ്പേമിൻ്റെ നോർമൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ഇറ്റ് റിക്വയർസ് 2 to 2.5 degrees Celsius lower than the normal body temperature. അതായത് നോർമൽ ബോഡി ടെമ്പറേച്ചറായ 37 degrees Celsiusനേക്കാൾ കുറഞ്ഞ താപനിലയാണ് നോർമൽ ആയിട്ടുള്ള സ്പേം ഡെവലപ്മെൻറ്റിന് ആവശ്യം. അതുകൊണ്ടാണ് ടെസ്റ്റിസ് ഇങ്ങനെ അബ്ഡമിന് പുറത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ കാണുന്ന പ്രധാനപ്പെട്ട കോശങ്ങൾ?
അതെ, മെയിൽ germ cells അല്ലെങ്കിൽ spermatogonia which develops into sperm. Male germ cells or spermatogonia which develops into sperm, and Sertoli cells or nurse cells which are concerned with nourishment of the developing germ cells. ഈ വളർന്നു വരുന്ന ജെർമിനൽ സെൽസിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രീഷൻ കൊടുക്കുന്ന സെൽസാണ് സെർട്ടോളി സെൽസ്. പിന്നെ സെമിനിഫറസ് ട്യൂബ്യൂളിൽ കാണുന്ന മറ്റൊരു കോശത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചായിരുന്നു. ദാറ്റ് ഈസ് ലേഡിക് സെൽസ്. What is the function of Leydig cells or interstitial cells? Leydig cells or interstitial cells are concerned with production of male sex hormone called androgen. ആൻഡ്രജൻ എന്ന് പറയുന്ന മെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസാണ് ലേഡിക് സെൽസ് or interstitial cells. Accessory ducts include reti testis, vasa efferentia, epididymis, vas deferens, ejaculatory duct and urethra. What is the function of epididymis? It temporarily store sperm. Spermine താൽക്കാലികമായി സംഭരിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് എപ്പിഡിഡിമസ്. ദ സ്പെർം ബിക്കംസ് ഫങ്ഷണൽ ഡ്യൂറിംഗ് ദെയർ സ്റ്റോറേജ് ഇൻ എപ്പിഡിഡിമസ്. നൗ മൂവിങ് ഓൺ ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് പഠിച്ചായിരുന്നു. ഇറ്റ് ഹാസ് ഗോട്ട് എ പെയർ ഓഫ് ഓവറീസ്, ആക്സസറി ഡക്ട്സ്, ആക്സസറി ഗ്ലാൻസ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ഇത്രയും പാർട്സാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചത്. ഹിയർ കംസ് തൻവി ആൻഡ് മാനസ് വിത്ത് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ spermatogenesis and oogenesis. Over to you, Tanvi and Manas. Spermatogenesis, formation of sperm. Oogenesis, formation of ovum. Occur in testis. Occur in ovary. Each primary spermatocyte give rise to 4 sperms. Each primary oocyte give rise to only one ovum. No polar body formation. Polar bodies are formed. Begins at puberty and extends up to old age. Begins at embryonic stage but suspends up to puberty. It ceases around the age of 50. എല്ലാവരും കേട്ടല്ലോ സ്പെർമാറ്റോജെനസിസും oogenesisഉം തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന്. Now moving on to structure of sperm. Sperm has got a head, neck, middle piece and tail. Sperm has got head, neck, middle piece and tail. Sperm head has got a cap-like structure. എന്താണ് അതിൻ്റെ പേര്? അതെ, acrosome. What is the function of acrosome? Acrosome helps in penetration of sperm into the egg by dissolving the egg membranes. Egg membranes ഒക്കെ ഡിസോൾവ് ചെയ്ത് സ്പെർമിനെ എഗ്ഗിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നത് അക്രോസോമാണ്. വാട്ട് ഡസ് അക്രോസോം കണ്ടെയ്ൻ? അക്രോസോം കണ്ടെയ്ൻസ് ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ലൈക്ക് ഹയാലുറോണിഡേസ്. ഹയാലുറോണിഡേസ് എന്ന് പറയുന്ന ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ആണ് ഈ അക്രോസോമിനുള്ളിൽ കാണപ്പെടുന്നത്. വാട്ട് ഇസ് സ്പെർമിയോജെനസിസ്? സ്പെർമിയോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെർമാറ്റിഡിൽ നിന്ന് സ്പെർമാറ്റോസോവൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെനസിസ്. ദ പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് spermatozoan from spermatid is referred to as spermiogenesis. How is sex of a child determined? നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. Let us hope that this time we are blessed with a baby boy. But how is the sex of a child determined? This is a human cell. You may see certain thread-like structures in it. These are the chromosomes. There are 23 pairs or 46 chromosomes in a human cell. Out of this, 22 pairs or 44 are autosomes and one pair is called the sex chromosome.
Sex chromosomes are of two types, X chromosome and Y chromosome. In a female, only one type of sex chromosome is there, which is the X chromosome. But in a male, both X and Y sex chromosomes are there. When an egg is fertilized by a sperm containing X chromosome, the zygote formed will have two X chromosomes. This zygote develops into a female child. When an egg is fertilized by a sperm containing Y chromosome, the zygote formed would develop into a male child. So, it is the father's sex chromosome that decide the sex of a baby. Oh, now I got it. That it is a myth that mother is responsible for the sex of a baby. Video kandallo alle? So the sex of the child is determined by father and not by mother. What is LH surge? LH surge എന്ന് പറഞ്ഞാൽ the amount of LH or luteinizing hormone reaches its maximum level towards the middle of menstrual cycle. Maximum level of LH at the middle of menstrual cycle is referred to as LH surge. Where does fertilization occur? എവിടെയാണ് ബീജസംയോഗം നടക്കുക? It occurs in the ampullary region of oviduct അല്ലെങ്കിൽ fallopian ട്യൂബിലെ ampullary regionിലാണ് fertilization അഥവാ ബീജസംയോഗം നടക്കുക. Fertilization results in the formation of zygote. Zygote gets converted to a morula. And what is morula? Morula refers to the developmental stage of embryo with 8 to 16 cells. 8 മുതൽ 16 കോശങ്ങൾ വരെയുള്ള ആ എംബ്രിയോണിക് സ്റ്റേജിനെയാണ് മോറുല എന്ന് വിളിക്കുന്നത്. മോറുല later gets converted to blastocyst. What is the structure of blastocyst? Blastocyst has got an outer layer of cells and an inner layer of cells. The outer layer of cells are referred to as trophoblast. The inner layer of cells are referred to as inner cell mass. Blastocystന് ഒരു outer layer of cells ഒരു inner layer of cells ഉണ്ട്. Outer layer of cells ആണ് trophoblast. Inner layer of cells ആണ് inner cell mass. Trophoblast ആണ് യൂട്രൈൻ വാളിൽ പറ്റിപ്പിടിച്ച് വളരുന്നത്. Inner cell mass later gets converted to embryo. ഭ്രൂണമായിട്ട് മാറുന്നത് ഈ inner cell mass ആണ്. What are the functions of placenta? പ്ലാസൻ്റയുടെ ധർമ്മം എന്താണ്? Placenta helps in exchange of gases between mother's body and fetal body. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശരീരത്തിൽ ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നത് പ്ലാസൻ്റയാണ്. It transports nutrients from mother's body or maternal body to the fetal body. അമ്മയുടെ ശരീരത്തിൽ നിന്ന് പോഷകം കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് എത്തിക്കുന്നതും പ്ലാസൻ്റയാണ്. Placenta helps in removal of excretory waste from the fetal body. കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽസ് നീക്കം ചെയ്യുന്നതും പ്ലാസൻ്റ വഴിയാണ്. It also acts as an endocrine gland. ഒരു endocrine gland ആയിട്ട് അത് ആക്ട് ചെയ്യുന്നു and secretes different hormones like human chorionic gonadotropin HCG, human placental lactogen HPL, relaxin, estrogen and progesterone. അപ്പം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ എഴുതാം. First question. A pregnant lady was admitted to a hospital for delivery, but
delivery was delayed than the expected time. Doctor prescribed a hormonal injection. A part of the question, name the hormone. B part of the question, mention the gland which normally secrete this hormone. And C part of the question, how does this hormone help in delivery? ഒരു ഗർഭിണിയായ സ്ത്രീയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ പ്രസവം വിചാരിച്ച സമയത്ത് നടന്നില്ല. ഡോക്ടർ ഒരു ഹോർമോണൽ ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് എഴുതി കൊടുത്തു. ഏതാണ് ഈ ഹോർമോൺ? ഏത് ഗ്ലാൻഡാണ് സാധാരണ ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ ഹോർമോൺ ഡെലിവറിക്ക് സഹായിക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ റോൾ ഓഫ് chromosomes X and Y in sex determination. ലിംഗനിർണയത്തിൽ XY ക്രോമസോമുകളുടെ പങ്ക് എഴുതുക. ചിന്തയുടെയും പ്രവൃത്തിയുടെയും ഇടയിലുള്ള സമയമാണ് അലസത. അലസത വെടിഞ്ഞ് പ്രവൃത്തി മണ്ഡലത്തിൽ ഇറങ്ങി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്കേവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.